ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഞാൻ ചെറുപ്പം മുതലേ കണക്റ്റഡ് ആണ്. കാരണം 1983 എൻ്റെ അച്ഛൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് അന്ന് രവി മുതലാളി മാത്രമാണ് അവിടെ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം 1983 സൂര്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ സുകുമാരൻ ചേട്ടൻ്റെ കൊച്ചിലത്തെ വേഷം അഭിനയിച്ചിട്ടുണ്ട് ആസ് എൻ ആക്ടർ. അപ്പം അന്ന് ആസ് എ ചൈൽഡ് ഈ ക്യാമറയും ലൈറ്റ്സും എല്ലാം നമ്മുടെ മനസ്സിൽ അന്നേ ഉണ്ട്. ബിക്കോസ് അന്ന് ഇത്രയും ദിവസവും ഷൂട്ട് ലൊക്കേഷനിൽ താമസിക്കുന്നത്. അപ്പം കൂടാതെ എൻ്റെ അച്ഛന് അവിടെ മൂകാംബിക ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അവിടെയാണ് സിനിമ ഷൂട്ടിങ്ങിന് ആളുകൾ വന്ന് താമസിക്കാറ്, നമ്മുടെ സിനിമ അല്ലെങ്കിൽ കൂടെ. അപ്പം എനിക്ക് കൊച്ചിലെ തന്നെ എന്നെ കൊട്ടാരക്കര സാറും സുകുമാരൻ ചേട്ടനും ജയൻ, പഴയ നടൻ ജയൻ സാർ, അവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പിക്ചേഴ്സും അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു മനസ്സിലൊരു സിനിമക്കാരനെ പോലെ തന്നെ ജീവിച്ച ഒരാളാണ്, കുട്ടിയായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ക്രിയേറ്റീവ് സൈഡിലോട്ട് പണ്ടേ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രി, മോണോ ആക്ട്, ഡ്രാമ ഇതിനെല്ലാം ടോപ്പാണ്. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്, പ്രൈസസ് ഒരുപാട് കിട്ടി. ഇപ്പോഴും എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ എൻ്റെ ട്രോഫി അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഏതൊരാളുടെ ലൈഫിലും സംഭവിക്കുന്ന പോലെ എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ എല്ലാം ചെയ്തത് ബാംഗ്ലൂരിലാണ്, കോളേജ് ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ. അങ്ങനെ മലയാളം സിനിമയായിട്ടും കല ആയിട്ടും നമ്മൾ കേരളത്തിന് വെളിയിൽ പോയാൽ ഇതിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പം അങ്ങനെ അതുമായിട്ടുള്ള ടച്ച് വിട്ടുപോയി, പഠിത്തമായിട്ട് പോയി. പക്ഷേ ജോലിക്ക് പിന്നെ ബോംബെയിലാണ്, സ്റ്റാർ ടി വിയിലാണ് ആദ്യം പോയി ജോയിൻ ചെയ്തത്. അപ്പം ബോളിവുഡ് സിനിമയായിട്ടാണ് പിന്നെ കൂടെ. അന്നൊന്നും ബോംബെയിൽ മലയാള സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ വളരെ വിരളമാണ്. അതുകൊണ്ട് ബോളിവുഡ് പ്രോഗ്രാമിങ് അതുമായിട്ട് അങ്ങ് ടച്ചായി. അങ്ങനെ ഒരു 5-6 വർഷം ഒരു ഹിന്ദിക്കാരനായിപ്പോയി. അതുമായിട്ടാണ് അതായത് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നത് ലാലേട്ടൻ്റെ പടങ്ങളും മമ്മൂട്ടിയുടെ പടങ്ങളും റിലീസ് ചെയ്യുമ്പോൾ ഉള്ള ചർച്ച, ഞങ്ങളവിടെ ചെയ്യുന്നത് ഷാറുഖിൻ്റെ ഏത് സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ സഞ്ജയ് ഏത് സിനിമയാണ്, അജയ്. അപ്പം അങ്ങനെ ഒരു ചർച്ച. മലയാള സിനിമയായിട്ട് യാതൊരു ടച്ചും ഇല്ല. ആ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ സിനിമകൾ കാണുന്നത് വരെ മിസ് ചെയ്തു. ആ സിനിമ ആ കാലത്തിൽ, അതായത് ഒരു ലേറ്റ് 90s ഏർലി 2000 ഇറങ്ങിയ സിനിമകൾ കുറേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ പോയി. ദുബായ് ഞങ്ങൾ വിളിക്കുന്ന യുണൈറ്റഡ് കേരളയാണ്, അത് കേരളം തന്നെയാണ്. അവിടെ ഏഷ്യാനെറ്റ് പോലൊരു ചാനലുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായി. അപ്പം അപ്പോഴാണ് വീണ്ടും നമ്മൾ സിനിമയായിട്ട് മലയാള എൻ്റർടൈൻമെൻറ്റുമായിട്ടൊന്ന് യൂസ്ഡായി വരുന്നത്. ഇപ്പോൾ ദുബായിൽ ഏഷ്യാനെറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വീണ്ടും മലയാള എൻ്റർടൈൻമെൻറ്റായിട്ട് നമ്മൾ അടുക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്യാനുള്ള ഭാഗ്യം. ഇപ്പം ദുബായിൽ മലയാള ഷോസിലെ ഏറ്റവും വലിയ ഷോ എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന സലാം ഹബീബി എന്ന് പറയുന്ന ഷോ, സിദ്ദിഖ ഡയറക്റ്റ് ചെയ്ത ഷോ. ദിലീപായും, ഞാൻ ബായി എന്നാണ് വിളിക്കുന്നത്, ദിലീപായും 40ഓളം മലയാള ആർട്ടിസ്റ്റ് വന്ന് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടത്തിയ ഷോ ആണ്. അത് ഞാനാണ് ചെയ്തത്, എൻ്റെ ഷോ ആണ്. അങ്ങനെ ഒരുപാട് ഷോസ്, ബോളിവുഡ് ഷോസാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഷാറൂഖ് ഖാനെ വെച്ച് 3 ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തപ്പോൾ കൂടുതൽ വീണ്ടും സിനിമയായിട്ട് അടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു, സൂര്യ ടി വിയിൽ വൈസ് പ്രസിഡൻ്റായി. അതിൽ സാറ്റലൈറ്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്നു. സ്ക്രിപ്റ്റുകൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ബിക്കോസ് എൻ്റെ മോഡ് ഓഫ് ബൈയിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നമ്മുടെ മലയാള ഓഡിയൻസിന് പറ്റുന്ന സിനിമയാണോ, അങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ളത് ഞാൻ സെക്കൻഡറി ആയിട്ട് കണ്ടിട്ട് നല്ല സ്ക്രിപ്റ്റുകളെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നതിനിടയ്ക്ക് സിനിമയോടുള്ള പാഷൻ കൂടി വന്നു. അപ്പം നമുക്ക് എന്നെങ്കിലും ഇനി ഒരു മീഡിയ ജോബ് വിടുകയാണെങ്കിൽ ഇനി ഒരിക്കലും ടെലിവിഷനിലേക്ക് തിരിച്ച് ഇപ്പം തൽക്കാലം പോകണ്ട എന്നൊരു തോന്നുന്നു. കാരണം നമുക്ക് ഈ ടെലിവിഷൻ ആയതുകൊണ്ട് ഈ റൈറ്റേഴ്സ് ബ്ലോഗ് എന്ന് പറയുന്ന പോലെ ക്രിയേറ്റീവ് ബ്ലോഗ് വരും, നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നില്ല. അപ്പം അത് വന്നു തുടങ്ങിയപ്പോൾ കുറച്ച് നാൾ നമ്മുടെ പാഷൻ സിനിമയിലേക്കൊന്ന് കടക്കാം. അങ്ങനെ പ്രൊഡക്ഷനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പം മനസ്സിൽ പ്രൊഡക്ഷനാണ്, എന്ത് തരം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ആലോചിച്ചിട്ടുണ്ട്. അന്ന് ആക്ടിങ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിരുന്നു. അങ്ങനെ മനസ്സിൽ ഓക്കെ, ഫ്യൂച്ചറിൽ ഒരു 2 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് വീക്കെൻഡ് ആക്ടിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വീക്കെൻഡ് ആക്ടിങ്, അതായത് ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിനിമ കാണുക. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു റോൾ, എനിക്ക് ഇഷ്ടപ്പെട്ട റോൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പോയി മോൻ കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ 22FK. അങ്ങനെ ഇരിക്കെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഒരു 2 സീനുള്ള ഒരു റോൾ അഭിനയിക്കാൻ ലാലു ചേട്ടൻ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലാലു ചേട്ടൻ എന്നെ വിളിച്ചു. എനിക്കിഷ്ടപ്പെട്ടൊരു വേഷമായിരുന്നു. അപ്പോൾ 2 ചെയ്തിട്ട് അത് ഒരു 3rd ഡേ ആണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കോൾ വന്നു, ലാൽ ജോസാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ പറയൂ, അങ്ങനെ നിൻ്റെ അഭിനയം കൊള്ളാം, നിൻ്റെ മുഖവും പറ്റുന്നുണ്ട്,
എനിക്ക് വേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത് എന്ന് പറയാം. ഓക്കെ ലാലേട്ടൻ വിളിച്ചാൽ മതി പറയാം. അതല്ല, ഇത് ഒരു 60 ദിവസം വേണം. ബിക്കോസ് ലാൽ ജോസ് എന്ന സംവിധായകൻ്റെ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാനൊരു ഷോക്കായി വെച്ചിട്ട് ഇതെന്നാണ് അല്ല അപ്പം ഞാൻ പറഞ്ഞു. അപ്പം അന്നൊക്കെ ഞാൻ ക്ലീൻ ഷേവനാണ്, എനിക്ക് മീശയും താടിയൊന്നുമില്ല. അതിന് സമയമുണ്ട്, 1-2 വർഷമുണ്ട്. അപ്പോഴത്തേക്കും ഞാനും ഒന്ന് പ്ലാൻ ചെയ്യാം, എൻ്റെ ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യാം. പക്ഷേ അതാണ് എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഓക്കെ എന്നാൽ മീശയും താടിയും ഒന്ന് നീട്ടി വളർത്തിക്കോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മീശയും താടിയും വെച്ചിട്ടില്ല. അപ്പം ലാലിച്ചേട്ടൻ ആ സമയത്ത് ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിങ്ങിന് അങ്ങ് ദുബായി പോയി. അപ്പം ഞാൻ മീശയും താടി നീട്ടി വളർത്തിക്കോ, എനിക്ക് മീശയും താടി എങ്ങനെ വളർത്തണമെന്ന് പോലും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നീട്ടി അങ്ങ് വളർത്തണം. അപ്പം ഇനി ഏത് തരം ലുക്കാണ് വേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ മീശയും താടി വളർത്താം. പക്ഷേ പുള്ളി ഉദ്ദേശം തന്നെ വളർത്തിയിട്ട് ട്രിം ചെയ്തൊരു ലുക്കാണ്. പക്ഷേ ഒരു 60 ദിവസം ഞാൻ മീശയും താടിയും വളർത്തി. പുള്ളി തിരിച്ചു വന്ന് ഇവിടെ കന്നെ കാണുന്നവരും. തട്ടത്തിൻ മറയത്ത് ലാൽച്ചേട്ടനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം വിനീതിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ കുറച്ച് പേര്, മുകേഷ് ചേട്ടനും ഞാനും ശ്രീനേട്ടനും നിവിനും അവരെല്ലാം കണ്ടു. അപ്പോൾ അന്ന് ലാൽച്ചേട്ടനെ കണ്ടപ്പം ലാൽച്ചേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക, അതായത് താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നീ എന്തിനും ഇങ്ങനെ വളർത്തിയിരിക്കണേ. അവൻ ലാൽച്ചേട്ടനല്ലേ വളർത്താൻ പറഞ്ഞു. അയ്യോ അതല്ല, അത് ട്രിം ചെയ്തിട്ട് ഞാൻ ഇത് മതി ഇനി നോർമൽ ലുക്കിലൊക്കെ എനിക്ക് ലുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അത് സെക്കൻഡറി. അപ്പം ആ ലാൽച്ചേട്ടൻ്റെ കോളാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഡിഫറൻസ്. അത് ലാൽച്ചേട്ടനെ പോലെ ഒരു സംവിധായകൻ വിളിച്ചിട്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു കോൺഫിഡൻസ്, അപ്പോൾ അഭിനയിക്കാൻ പറ്റുമോ നമുക്ക്. അങ്ങനെ ആ കോൺഫിഡൻസും കൂടെ ഉള്ളിൽ നിന്നപ്പം ഓക്കെ ഒരു ദിവസം ഒരു നമ്മൾ തീരുമാനം എടുക്കുകയാണ്, ഓക്കെ സമയമായി എന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്യണം.